മഹാഗുരുശരണം. ഇന്ന് 2025 മെയ് മാസം 11 ഞായറാഴ്ച, വൈശാഖ മാസം ശുക്ലപക്ഷം ചതുർദശി തിഥിയിൽ ചോതി നക്ഷത്രം, സംസ്കൃതത്തിൽ സ്വാതി നക്ഷത്രം എന്ന് പറയും. സ്വാതി നക്ഷത്ര ദിവസം, നരസിംഹ ജയന്തി നടന്ന ദിവസം, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഞാൻ മുംബൈയിലാണുള്ളത്. ഇവിടെയുള്ള സൗകര്യത്തിൽ വീഡിയോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്പേസ് അവിടെ ഇവിടെയൊക്കെ ഇത് കാണും. ദയവ് ചെയ്ത് ക്ഷമിക്കുക. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായിട്ട് നരസിംഹാവതാരത്തെ കാണുന്നു. മനുഷ്യൻ്റെ ഒരു സ്വഭാവം, അത് കൃതായുഗത്തിലായിരിക്കാം ഈ നരസിംഹാവതാരം സംഭവിച്ചത്. കൃതായുഗത്തിൻ്റെ അവസാനമായിരിക്കാം. മനുഷ്യൻ ശാരീരികമായി ശക്തനാകുമ്പോൾ, അടവുകളും തന്ത്രങ്ങളും കയ്യിലുള്ളപ്പോൾ, താൻ സ്വയം ഈശ്വരനാണെന്ന് വിചാരിക്കും. എല്ലാവരും തന്നെ ഈശ്വരനാണെന്ന് സങ്കല്പിച്ച്, ഈശ്വരനാണെന്ന് വിശ്വസിച്ച്, പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആരാധിക്കണമെന്ന് മനുഷ്യൻ്റെ ഈഗോ ആദേശം അല്ലെങ്കിൽ ആജ്ഞ പുറപ്പെടുവിക്കും. അതുതന്നെയാണ് ഹിരണ്യകശിപുവിനും സംഭവിച്ചത്. ഈ കലികാലത്തിലും പലരും ഈശ്വരന്മാരാണ് ഇതെന്ന് പറയുന്നുണ്ട്, അല്ലേ? അതിനെക്കുറിച്ചൊന്നും ഇത് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എത്രയൊക്കെ അറിഞ്ഞു പോയാലും, നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുന്ന, എൻ്റെ എളിയ അറിവ് പറയാണ്, നമ്മൾ ഈ ഭൂമിയിലും ഈ സൗരയൂഥത്തിലും ഈ മിൽക്കി വേയെ കുറിച്ച് പോലും നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. ഈ സൗരയൂഥത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടില്ല. ഭൂമിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. കാര്യം മനുഷ്യൻ ഇപ്പോഴും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഭൂമിയിലുണ്ടെന്നാണ് പറയുന്നത്. നിസാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ, അപ്രത്യക്ഷമായ മലേഷ്യൻ വിമാനം എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ മനുഷ്യന് സാധിച്ചില്ല എന്ന് പറയുന്നു. ആ ഒരവസ്ഥയിൽ താൻ ഈശ്വരനാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് എത്രമാത്രം സത്യമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ശ്രീ രമണ മഹർഷിയാണ് പറഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ കുറേയധികം ഗുരുക്കന്മാർ നമുക്കുണ്ട്. അതിൽ ആദിഗുരു അല്ലെങ്കിൽ മഹാഗുരു എന്ന് പറയുന്നത് ദത്താത്രേയ മഹർഷിയാണ്. കാര്യം ത്രിമൂർത്തികൾക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധം, അത്രി അനസൂയ ദമ്പതികളിലെ അനസൂയാദേവിയെ പരീക്ഷിക്കാൻ പോയത്, നാരദൻ്റെ ഉപദേശം കേട്ട് പാർവതി, മഹാലക്ഷ്മി, സരസ്വതി എന്നിവർ തങ്ങളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞ് ഈ അനസൂയാദേവിയുടെ ചാരിത്രം പരിശോധിക്കാൻ പോയതിൽ നിന്ന് ആ പറ്റിയ കയ്യബദ്ധത്തിന് അനസൂയാദേവി വരം വാങ്ങി. അനസൂയാദേവിക്ക് ജനിച്ച മകനാണ് ശ്രീ ദത്താത്രേയ മഹർഷി. നമ്മുടെ ആദി മനുഷ്യരൂപമെടുത്ത, മനുഷ്യനായിട്ട് ഒരമ്മയിൽ ജനിച്ച ഒരു ആദി ഗുരു നമ്മുടെ ചരിത്രം നോക്കിയാൽ ദത്താത്രേയ മഹർഷിയാണെന്ന് കാണാം. ആദി ഗുരുവായിട്ട് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയെയാണ്. എന്ന് പറഞ്ഞാൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ശിവചൈതന്യത്തെയാണ് ആദി ഗുരു എന്ന് പറയുന്നതായിട്ട് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മശ്രീ കൃഷ്ണേമ്രാന്തിരി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു എന്നൊന്നും അറിയില്ല. കുറേയധികം ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എനിക്കറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി ഗുരുക്കന്മാർ നമ്മളിൽ വരാനുണ്ട്. നിരവധി ഗുരുക്കന്മാർ വന്ന് അറിവുകൾ നേടി, അത് അനുഭവങ്ങളിലൂടെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈശ്വരൻ എന്തെന്നറിയാൻ സാധിക്കുള്ളൂ. അവിടെയാണ് പ്രധാനം. ഇപ്പോഴും നമ്മൾ ഈശ്വരൻ എന്തെന്നറിഞ്ഞിട്ടില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനെന്നുള്ള ഇതിലാണ് ഉദ്ദേശിക്കുന്നത്. ഈശ്വരൻ എന്തെന്നറിഞ്ഞിട്ടില്ല, ഈശ്വരൻ എന്തെന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനിയും എത്രയോ അറിയാൻ കിടക്കുന്നു. എന്തുവാകട്ടെ, ഈ നരസിംഹ ജയന്തി. അപ്പോൾ നരസിംഹാവതാരത്തിൻ്റെ കാര്യം രസമാണ്. ഈ ചെറുപ്പത്തിൽ അമ്മൂമ്മ, ശ്രീമതി ശാരദാബായി അമ്മൂമ്മ പറഞ്ഞു തന്ന ഒരു ഇതാണ്. കാര്യം സന്ധ്യാസമയത്ത് മാനം ചുവക്കും, അല്ലേ? അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മ പറഞ്ഞു തരാനാണ് കാര്യം. ഭഗവാൻ നരസിംഹാവതാരം കൈക്കൊണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ച സമയമാണിത്. കാര്യം ഹിരണ്യകശിപു കുറേയധികം വരങ്ങൾ വാങ്ങിച്ചു.
തന്നെ ആരും ജയിക്കാൻ പാടില്ല, തനിക്ക് മരണം വരാൻ പാടില്ല. പക്ഷെ അത് അസംഭവ്യമാണ്. കാര്യം എല്ലാത്തിനും അവസാനം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് വേണം? എന്നെ മനുഷ്യൻ കൊല്ലാൻ പാടില്ല, മൃഗം കൊല്ലാൻ പാടില്ല, ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല, കൈകൾ കൊണ്ട് കൊല്ലാൻ പാടില്ല, പകല് കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല, വീട്ടിൽ വെച്ച് കൊല്ലാൻ പാടില്ല, പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല. അങ്ങനെ വളരെയധികം നിബന്ധനകൾ വെച്ചു ഹിരണ്യകശിപു. അപ്പോൾ ഈ ഒരു വരം എന്താണ്, തപസ് ചെയ്ത് വരം വാങ്ങുമ്പോൾ ആ വരം തരാം എന്ന് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈശ്വരൻ, അത് ബ്രഹ്മാവാകട്ടെ ശിവനാകട്ടെ വിഷ്ണു ആകട്ടെ, ആ വരം ചോദിച്ചോളൂ വരം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ആവശ്യപ്പെട്ടാലും പ്രപഞ്ച നിയമങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന, അതാണ് മരണം ഇല്ല എന്ന് പറഞ്ഞ, എനിക്ക് ചിരഞ്ജീവി ആകണം, മരണമില്ലാത്തവനാകണം എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കുകയില്ല. കാര്യം പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. അപ്പോൾ അത് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം നിബന്ധനകൾ പറഞ്ഞത്. അപ്പോൾ എന്നെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല. കാര്യം വരങ്ങൾ വാങ്ങിച്ചല്ലോ, വരങ്ങൾ വെച്ച് വളരെ അതിശക്തമാനാണ്. അപ്പോൾ സ്വന്തം മകൻ തന്നെ തൻ്റെ വിശ്വാസങ്ങൾക്ക് ഇതായിട്ടും നാരായണ ജപിച്ച് നാരദൻ്റെ വാക്ക് കേട്ട് നാരദൻ ഇദ്ദേഹം പ്രഹ്ലാദൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴത്തേക്കും നാരദൻ്റെ സംസാരം കേട്ട് നാരായണൻ എന്നുള്ളൊരു ദേവനുണ്ടെന്നും അത് ഭൂലോക രക്ഷയ്ക്കായി നാരായണൻ അവതാരം എടുക്കുമെന്നൊക്കെ കേട്ടിട്ട് നാരായണ ജപിക്കുന്ന ശീലമാക്കിയ പ്രഹ്ലാദനെ തന്നെ ശത്രുവായി കണ്ടിട്ട് പ്രവർത്തികളിൽ ഏർപ്പെട്ടു ഹിരണ്യകശിപു. എന്തെങ്കിലും ആകട്ടെ, നമുക്കെല്ലാവർക്കും അതിൻ്റെ ചരിത്രം അറിയാം. അപ്പോൾ ഈ സംഭവാമി യുഗേ എന്ന് പറഞ്ഞ പോലെ ഏതാവശ്യത്തിൽ എന്തിലും ജനങ്ങളുടെ, ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ ജനകോടികളുടെ, ഇപ്പോൾ ഭക്തന് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഈശ്വര ചൈതന്യങ്ങളാണ്. ഈ ഈശ്വര ചൈതന്യങ്ങളെ രക്ഷിക്കുവാനായിട്ട് സർവേശ്വരൻ തന്നെ അവതാരമെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ദിവസമാണ് നരസിംഹ ജയന്തി ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കേവർക്കും, നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവമനോകാമനാഭീഷ്ടവും നടക്കുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന രീതിയിൽ സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ ജോയിൻ ചെയ്ത് നല്ല വരുമാന മാർഗമുണ്ടായി അവർക്ക് അതാത് കുലത്തിന് അനുയോജ്യമായ ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സാകട്ടെ ഉദ്യോഗമാകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ, അത് വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ യാത്രകളിലാകട്ടെ കുട്ടികളുടെ യാത്രകളിലാകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ അവിടെയൊക്കെ പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കുവാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബത്തിൽ ഐക്യമത്യം, സന്തോഷം, സമാധാനം, സമൃദ്ധി എന്നിവയുണ്ടാകുവാനും, അതുപോലെ എല്ലാവരുടെയും കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, ഉപാസനാമൂർത്തികൾ എന്നിവയുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകാനും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംഭവിക്കുവാനും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിൻ്റെ നൂറുമേനി വിളവ് ഈ പരാശക്തിയിൽ നിന്നും ഓരോരുത്തർക്കും ലഭിക്കുവാനും ഇന്നത്തെ നരസിംഹ ജയന്തി ദിവസം ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തിയോടും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.